അത് ഈ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും സ്വാഭാവികമായി സാമ്പത്തികമെന്ന് വളരെ പ്രശ്നമാണ്. അപ്പം ഈ 1% ആൾക്കാർ കേരളത്തിൽ ഇപ്പോൾ സോളാർ വെച്ച് കഴിഞ്ഞു. കേരളത്തിൽ 1 കോടിയിൽ ചില്ലാനം KCB കൺസ്യൂമേഴ്സ് ഉണ്ട്. അവരിൽ 1 ലക്ഷത്തോളം ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. അപ്പോൾ 1% കഴിഞ്ഞു. ബാക്കി 99% ആൾക്കാർ ഇതിന് തയ്യാറാവാത്തത്. ഏറ്റവും ലാഭകരമായ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇപ്പം നമ്മളൊരു സോളാർ വയ്ക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ ഇട്ടുന്നതിനേക്കാളോ SIP ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ലാൻഡ് ഇൻവെസ്റ്റ് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ ലാഭകരമായിട്ട് പോലും ജനങ്ങളിലേക്ക് വരാത്തതിൻ്റെ പ്രധാന കാരണം അവരുടെ കയ്യിൽ സർപ്ലസ് ഫണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജനകീയമാകാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ധാരാളം ബാങ്കുകൾ ഇതിന് തയ്യാറെടുത്ത് വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിപ്ലവകരമായ ഒരു ആശയം നടപ്പിലാക്കി അത് കൊണ്ടുവന്നത് തൃപ്പൂണിത്തുറ അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. അവരാണ് ആദ്യമായിട്ട് സോളാർ ഇൻസ്റ്റലേഷൻ ലോൺ കൊടുക്കുക. അതുവരെ സോളാർ ഇൻസ്റ്റലേഷൻ ഒരു സെക്യൂർഡ് ലോൺ അല്ലാത്തത് കൊണ്ട് ആരും ഇതിന് തയ്യാറായിരുന്നില്ല. അപ്പോൾ ഒരു 4 വർഷം മുമ്പ് തന്നെ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് തയ്യാറെടുത്ത് വന്നു. ആദ്യം ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അതിൻ്റെ CEO അദ്ദേഹം പറഞ്ഞത് ഒരു ഡിഫോൾട്ട് പോലും ഇല്ലാത്ത ഒരു ലോണാണ് ഈ സോളാർ ലോണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ പോപ്പുലറൈസ് ചെയ്യുന്ന ബാങ്കുകൾ വളരെ ലിബറലായിട്ട്, പ്രത്യേകിച്ചും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നമ്മുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധാരണക്കാരനും കേവലം 5000 രൂപ മാത്രം മുതൽ മുടക്കിക്കൊണ്ട് സോളാർ വയ്ക്കാനും ബാക്കിയുള്ള EMI എന്ന് പറയുന്നത് ഏകദേശം അവരുടെ കറണ്ട് കാശിന് സമമായ പണമാണ് അവർ EMI ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ലാഭകരവുമാണ്. അതുപോലെ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാം ഒക്കുന്ന ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട്.